ബഹുമാനപ്പെട്ട ശ്രീമദ് വിശ്വനാനന്ദ സ്വാമികൾ അവർ, യോഗാധ്യക്ഷൻ ഡോക്ടർ കായംകുളം യൂനൂസ്, ശ്രീ കെ വി മോഹൻകുമാർ, ശ്രീമതി റാണി മോഹൻദാസ്, ഡോക്ടർ ഷാജി പ്രഭാകരൻ തുടങ്ങി വേദിയിലുള്ള അഭിനന്ദരെ, പ്രിയപ്പെട്ടവരെ, മഹാഗുരുവായ നാരായണ ഗുരുസ്വാമിയുടെ പേരിലുള്ള അതിൻ്റെ ശ്രീനാരായണ ഗുരു സാഹിതി ഏർപ്പെടുത്തിയ ഗുരുസാഹിതി വിജ്ഞാനപീഠം ശ്രീ എം ആർ തമ്പാൻ, ഡോക്ടർ എം ആർ തമ്പാന് നൽകാൻ എന്നോട് ആവശ്യപ്പെട്ടത് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. കാരണം ശ്രീ എം ആർ തമ്പാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ എനിക്ക് അടുത്തറിയാൻ ഇടയായിട്ടുള്ളത്. അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പുതു ജന്മമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായത്. പെട്ടെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു അത്. എല്ലാ രീതിയിലും, കാരണം ചെറിയ കാര്യം പറഞ്ഞാൽ ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 1-2 പുസ്തകങ്ങളുണ്ട് എൻ്റെ. വർഷങ്ങളായിട്ടും അതിൻ്റെ ഈ റോയൽറ്റി ഒന്നും തന്നിരുന്നേ ഇല്ല. അത് ആദ്യമായിട്ട് കിട്ടിയത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ, ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, എൻ്റെ ഓർമ്മയിൽ ഡോക്ടർ തമ്പാൻ്റെ സാന്നിധ്യത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് എന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ അതേ പുസ്തകങ്ങളുടെ എണ്ണം വളരെ കൂടി, വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ എണ്ണം വളരെ കൂടി, വിജ്ഞാന കൈരളി എന്ന പ്രസിദ്ധീകരണം തന്നെ വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രസിദ്ധീകരണമായിട്ട് മാറി. ഇങ്ങനെ ശരിക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു അന്തസ്സും അർത്ഥവും ഒക്കെ ഉണ്ടാക്കിയ ഒരു ഘട്ടമായിരുന്നു ശ്രീ തമ്പാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന കാലം. അങ്ങനെ അദ്ദേഹത്തെ അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തെ ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക രംഗത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹമാണ്. അങ്ങനെ തുടരുന്ന ഒരാളാണ്. സാഹിത്യ സദസ്സുകളിലെ സാംസ്കാരിക വേദികളിലൊക്കെ ശ്രീ തമ്പാൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്കെങ്കിലും പ്രത്യേകമായിട്ട് പറയാവുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകനും പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ശ്രീ തമ്പാന് വളരെ 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 സ്തുത്യർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹത്തിന് ഈ ഗുരുസാഹിതി വിജ്ഞാന പീഠത്തിൻ്റെ ആദ്യത്തെ സമ്മാന സമർപ്പണം നടത്താൻ ഉള്ള തീരുമാനം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്ക് ഞാൻ എൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ഈ അവസരം അദ്ദേഹം ഡോക്ടർ തമ്പാൻ്റെ 80ാം വർഷം ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആയുസ്സിലെ വളരെ വളരെ കർമ്മനിരതമായിട്ടുള്ള, വളരെ അർത്ഥപൂർണമായിട്ടുള്ള, വളരെ 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 പ്രധാനപ്പെട്ട ഒരു ജീവിതം അദ്ദേഹം 80 വർഷം പൂർത്തിയാക്കിയ സമയമാണ് എന്നറിയുന്നതിലും നമുക്കെല്ലാം വളരെ വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അത് ആഘോഷിക്കുന്നതിലാണ് പ്രത്യേകിച്ച് ചാരിതാർത്ഥ്യം. അങ്ങനെ അധികം പേർക്കൊന്നും അങ്ങനെ ഈ ഒരു സൗഭാഗ്യം കിട്ടാറില്ല. മുമ്പൊക്കെ ആണെങ്കിൽ 80 വയസ്സൊക്കെ ആളുകൾ ശരിക്കും ജോലിയിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് മാത്രമല്ല, 10 പൊതുജീവിതത്തിൽ തന്നെ റിട്ടയർ ചെയ്യുന്ന പ്രായമാണ്. പക്ഷേ ഈ തമ്പാനെ നോക്കിയാൽ, അതിനെ സൂക്ഷിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് പ്രായമൊന്നും ആയിട്ടില്ല എന്ന് തോന്നും. നര പോലും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. നര പറിക്കാൻ വേറെ വഴികളുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിനെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിന് പ്രായമൊന്നും ആയിട്ടില്ല. അശീരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അശ്ലീലം പോലെ തോന്നും. അങ്ങനെയല്ല. അശീരി എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു ഏർപ്പാടല്ല എന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാം. കാരണം അശീരിയിലെത്തിയ
ഡോക്ടർ തമ്പാനും ഈ വളരെ വളരെ മനോഹരമായ ഈ സായാഹ്നത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. തമ്പാൻ്റെ കൃതികളെ പറ്റിയും അദ്ദേഹം നടത്തിയ സംഭാവനകളെ പറ്റിയൊക്കെ വളരെ വിശദമായി സംസാരിക്കാൻ അറിയുന്നവരാണ് ഈ വേദിയിലുള്ളത്. അവരോടുള്ള ബഹുമാനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കാത്തത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഗുരുസാഹിത്യ വിജ്ഞാനപീഠത്തിനും അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തകർക്കും ഈ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം.